ഹേ ഗൈസ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്ത ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്ക് നാട്ടിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ ഒരു ബേബി ഷവർ ഫംഗ്ഷൻ വെക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അവൾക്കും അതിനെപ്പറ്റി അറിയാം, ഫംഗ്ഷനൊക്കെ കാണുമെന്നൊക്കെ അറിയാം. പക്ഷെ അതെങ്ങനെ മാക്സിമം ഒരു സർപ്രൈസ് ആക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വളകാപ്പ് ഫംഗ്ഷനാണ് ഞങ്ങൾ വെച്ചത്. അവൾക്ക് ഫുൾ സർപ്രൈസ് ആയിരുന്നു. അവളുടെ സന്തോഷമൊക്കെ കണ്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഓൾറെഡി അറിയാവുന്ന ഒരു ഫംഗ്ഷനാണ്, അതിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അതെങ്ങനെ മാക്സിമം സർപ്രൈസ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഒന്നോടെ സർപ്രൈസ് ആവോ? ആ ഞങ്ങൾ ഇന്നലെ ഇവിടെ കൊണ്ടുവച്ച ഡ്രസ്സെല്ലാം, സാരിയെല്ലാം ഇവിടെ കൊണ്ടുവച്ച് എന്തൊക്കെ കള്ളം പറഞ്ഞെന്നറിയാം. എനിക്ക് ഇവിടെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഞങ്ങക്ക് നാളെ ഇവന്റ് ഒന്നും ഇല്ല, ഞങ്ങള് വെറുതെ പറഞ്ഞ ഒരു പണിയില്ല നാളെ. ആ ഈ കൊല്ലാണ് ഞങ്ങക്ക് വേണ്ടത് അല്ലേ? അതെ, നിനക്ക് മാച്ചിന് വേറൊരാളുണ്ട്. തള്ളല്ലേ? പക്ഷെ നമ്മൾ ഇതെല്ലാം പറയോ എന്താണ്? ഞാൻ ഞെട്ടി സത്യമായിട്ട്. ഞാനിവിടെ വന്നിട്ടല്ലോ, ഇവിടെ നിന്റെ വിഷ്ണുട്ടനെ ഉള്ളു എന്തായാലും കഴിക്കാൻ ചോദിക്കാതെ വിചാരിച്ചാ ഞാൻ വന്നേ. അപ്പതല്ലോ ഇവിടെ ശരിക്കും അടിപൊളി. ഇനി എത്ര നേരം എടുക്കും? 1 മണിക്കൂർ. അതെ, മ്യൂസിക് എനിക്ക് മറ്റേ നാട്ടിലൊക്കെ ക്യാമറ കൊണ്ടുവരുമ്പോ നേരത്തെ അറിയാം, കണ്ണാടിയും കൂടെ ഇങ്ങ് എടുക്കാം. കാപ്പ് നിങ്ങളാണോ പോയിരിക്കേണ്ടത്? ശരി, എടുത്ത് അവളുടെ കവിളിൽ വെച്ചോ. അയ്യോ കുറച്ച് മതി. നല്ല ദേഷ്യം. മേക്കപ്പ് പോയി കേട്ടോ. ഭർത്താവ് തന്നെ നിനക്കേ ഉള്ളൂ. അപ്പുറത്തെ കൈ വിട്ടോ? സൂക്ഷിച്ച് ഇനി മറ്റേ കയ്യിലും പച്ച നീലയോ പച്ചയോ കേട്ടോ.
ഒരു നീലം കൂടി എടുക്കാം. ഇനി എന്തെങ്കിലും ഒരു സ്വീറ്റും കൂടെ കൊടുക്ക്. ലഡു ലഡു ലഡും കൂടെ എടുത്ത് കൊടുത്തു. സ്വീറ്റ്സ് എന്തെങ്കിലും എടുത്തു ഇതിനകത്ത് അത്ര ബ്ലൂ അല്ലേ വലിയോടെ എന്നെ കാണൂലല്ലോ. അവള് കഴിച്ചത് തന്നെ മതിയായിരുന്നു എല്ലാം. ഞാൻ പെട്ടെന്ന് കഴിച്ചോ, അല്ലെങ്കിൽ വീട് തിന്നു വീണ വീണ പണ്ടേ ഭയങ്കര അഭിനയിക്കുമായിരുന്നു, പക്ഷെ എല്ലാം കൃത്യമായിട്ട് ക്യാമറ കിട്ടുന്നുണ്ട്. എനിക്കൊന്നും നിങ്ങൾ വളകാപ്പ് വെക്കരുത്. എനിക്ക് വളകാപ്പ് വെക്കണ്ടെന്ന് മഞ്ഞൾ തേച്ചില്ല. അയ്യോ മറ്റേ സാധനം എല്ലാരും കൂടെ വാ. അമ്മ അറിഞ്ഞില്ലേ ദേവി മലപ്പൂർവ്വം ഇപ്പൊ പോയത്. എടാ ഓറഞ്ച് എടുക്കണ്ട, മറ്റേ വലുതെടുക്കണ്ട. കൈ വരയ്ക്കുന്നത് നിനക്കെന്തിനാ ടെൻഷൻ? കയറ്റി കൊടുത്തല്ല. ചേച്ചി കൊടുക്കണായിരുന്നോ? അയച്ചാലും ഡിസൈൻ കണ്ടാ പോരാ പോരെ. എം കേരള എം കേരള. ലെറ്റ്സ് ഗോ ടു എം കേരള. അവള് ജോലി വന്നപ്പോ ഞാൻ പോക്കറ്റിനെയും കൊണ്ട് ഇങ്ങനെ നിൽക്കുക, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ മാത്രം വിട്ടുപോയി. അതെ, റെക്കോർഡ് ചെയ്തായിരുന്നെങ്കിൽ മറ്റേ നല്ല കറക്റ്റ്. അവള് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും സർപ്രൈസ് ആവുന്നുണ്ട്. നമുക്ക് വിചാരിച്ച് അവൾക്ക് കുറച്ചെങ്കിലും ഒക്കെ അറിയാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും പ്ലാൻ ചെയ്യും നമ്മള് വിചാരിച്ചു കാണുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ അവളുടെ ഭയങ്കര സർപ്രൈസ് ആയി. അതും ഈ ഒരു തീമും കൂടി ആയപ്പോഴത്തേക്ക് നല്ല. ഞാൻ ഫുള്ള് സമയം എന്റെ കയ്യിൽ പോക്കറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ ബോഡി ഉണ്ടാക്കി. ഇന്നലെ ബോളി ഉണ്ടാക്കി. അല്ല, നീ ആദ്യം വാതില് തുറന്നു, അപ്പം വീണെ കണ്ട്. വീണ മറ്റേ നാടക പടിയാ. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര വെട്ടം തോന്നി എനിക്ക്. ഞാൻ വീടിന് വുമൺസിലേക്ക് പോവാൻ വേണ്ടി അല്ലോ എന്ന് പറഞ്ഞ വീട് ചേച്ചി എല്ലാരും ചാടുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ദേവി നിൽക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി, നീ ദേവി വന്നില്ലല്ലോ സത്യം. അതിന്റെ ആ പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ ചിന്തിച്ചെന്ന് അതിന്റെ ഓർമ്മ. പിന്നെ ഉറങ്ങിക്കെടുത്തിട്ടോ വെച്ചിട്ടിങ്ങനെ തട്ടിയാണ്.